ഇനി എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജ് എടുക്കുകയാണ്. പേജ് 46, പാരഗ്രാഫ് 9 വായിക്കുകയാണ് കേട്ടോ. Having thought of the scene, I simply had to shoot it. But where were we going to find a tiger? The obvious thing to do was to look in a circus, since they were likely to have trained animals. As a matter of fact, one could Bharat Circus was visiting Calcutta at that time, holding show in Marcus Square. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Trott. He turned out to be the ringmaster. He too was a South Indian, very well built, with features somewhat like those of a Nepali. He was perhaps no more than 40. He showed us an old scar on his forearm, which had been caused by a ടൈഗർ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടൈഗറിനെ അവർക്ക് ആവശ്യമായിരുന്നു അല്ലേ? ഏത് സീനാണെന്നും നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ കണ്ടു. അപ്പോൾ പറയണേ എന്ത് തന്നെ ആയാലും ആ സീൻ ഷൂട്ട് ചെയ്യാൻ മസ്റ്റായിട്ടുള്ള സീനാണ്. സോ ദേ ഡിസൈഡഡ് ടു ഷൂട്ട് ദാറ്റ്. അവരത് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈഗറിനെ വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൽക്കട്ടയിൽ ഭാരത് സർക്കസ് ഉണ്ടായിരുന്നു. എവിടെ? മാർക്കസ് സ്ക്വയറിൽ. അപ്പോൾ അവർ ആ സർക്കസ് കമ്പനിയെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ചെന്നു, അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് മീറ്റ് ചെയ്തു. തമിഴ് നാട്ടുകാരനായിരുന്നു അവിടുത്തെ മാനേജർ. അദ്ദേഹം അവിടുത്തെ റിംഗ് മാസ്റ്ററിൽ ത്രോട്ടിൻ്റെ അടുത്തേക്ക് ഇവരെ പറഞ്ഞു വിട്ടു. ഇവരവരുടെ ആവശ്യം അദ്ദേഹത്തോട് പറഞ്ഞു. അയാൾ സംസാരിച്ചു. എന്നിട്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മുറിവ് കാണിച്ചു കൊടുത്തു. എന്താണ്, ഒരിക്കൽ കടുവ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ഉണ്ടാക്കിയ ഒരു മുറിവായിരുന്നു ആ ത്രോട്ടിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം കേട്ടോ. 10th paragraph. We told him what we wanted. The shooting was taking place near Shuri in Birbhum. We wanted to show a tiger in a thick bamboo grove. All the animal was required to do was come out of the bamboo grove in an open space, pace gently for a while, look at the camera if possible, and then go back. Could a tiger from Bharat Circus do this job? Mr. Trott nodded. How long will you need it for? Asked the manager. Perhaps a couple of hours for the shooting, I replied, but that could be in addition to the time we'll take to travel to and from Shuri. One being told that the travel itself should take more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. He invited us to take a look at the tiger. അപ്പോൾ എന്താണ്, അവർക്ക് ഇത് ഷൂട്ട് ചെയ്യേണ്ടത് വീർഭൂമിയിലെ ഷിയൂരിയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അവർക്ക് ഷൂട്ട് ചെയ്യേണ്ട സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുളങ്കാടിനകത്തുനിന്ന് ഇല്ലിമുളം ഉണ്ടല്ലോ, ആ മുളങ്കാടിനകത്തുനിന്ന് ഈ ടൈഗർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പുറത്തേക്ക് ഇറങ്ങി വെച്ചിട്ട് അവിടെ ഒന്ന് ജെന്റിലായിട്ടൊന്ന് നടക്കുന്നു. പറ്റുമെങ്കിൽ ക്യാമറയിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, അത്രയും ചെയ്തിട്ട് നമ്മുടെ ടൈഗറിൻ്റെ ഷോട്ട് തീരും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ സർക്കസിലെ ഈ ടൈഗർ ഇത് ചെയ്യുമോ എന്ന് സത്യജിത്രയ്ക്ക് ഒരു ഡൗട്ട് വന്നു. അദ്ദേഹം അത് ത്രോട്ടിനോട് ചോദിച്ചു. ത്രോട്ട് സമ്മതിച്ചു. നോഡഡ് മീൻസ് തലകുലുക്കി സമ്മതിച്ചു. പക്ഷെ എത്ര സമയം വേണ്ടി വരും ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ just need couple of hours, which means 2 hours for the shooting. 2 മണിക്കൂർ മതി ഷൂട്ടിങ്ങിനെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സമയം എന്തിനാ, 2 ദിവസം പറഞ്ഞത് എന്തിനാ? അവർക്ക് ഷിയൂരിയിലേക്ക് ട്രാവൽ ചെയ്യാനും തിരിച്ചു വരാനുമായിട്ട് ശരിക്കും 2 ദിവസം വേണ്ടി വരുമായിരുന്നു. അപ്പം സർക്കസ് മാനേജർ സമ്മതിച്ചു. ഒരു ലോറിയിൽ അതിന് കൂടിനകത്ത് കയറ്റി ഈ ടൈഗറിനെ അവിടേക്ക് എത്തിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചു. ഓക്കെ അല്ലേ? ശരി. Do you think it is going to be easy to set the animal free in the bamboo grove? I couldn't help asking. Mr. Trott frowned. I am not sure, he replied. I have never let him out of his cage on his own, so really I don't know. അപ്പോൾ എന്തായിരുന്നു പ്രോബ്ലം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിൽ നിന്ന് ഇതിനെ ഇറക്കി സ്വതന്ത്രമായിട്ട് വിട്ടിട്ട് വേണം ഇതിനെ അഭിനയിപ്പിക്കാൻ അല്ലേ? ആ മുളങ്കാടിനകത്ത് നിന്ന് തനിയെ ഇറങ്ങി വരുന്നതല്ലേ നമുക്ക് സീനിൽ കാണേണ്ടിയത്. സിനിമയിൽ അങ്ങനെയാണ് വേണ്ടിയത്. അപ്പം സത്യജിത്രയെ അദ്ദേഹത്തോട് ചോദിച്ചു. ആരോടാണ്? മിസ്റ്റർ ത്രോട്ട്, റിംഗ് മാസ്റ്ററോട് ചോദിച്ചു, ഇത് ചെയ്യുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു. ശരിക്കും അയാൾ അത് പറഞ്ഞപ്പോൾ ഫ്രോണ്ട് മീൻസ് അദ്ദേഹം നെറ്റി ചുളിച്ചു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ആക്ച്വലി ഹി ഡോണ്ട് നോ ദാറ്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം ഇതുവരെ ആ ടൈഗറിനെ അവർ ഫ്രീ ആയിട്ട് അതിൻ്റെ കേജിൽ നിന്ന് അങ്ങനെ ഫ്രീ ആക്കി ഓപ്പൺ ചെയ്ത് വിട്ടിട്ടില്ല.
അങ്ങനെ വിടാത്തത് കൊണ്ട് തന്നെ ഇത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഓക്കെ, അപ്പം ഇവർക്ക് അറിയില്ലാത്തത് കൊണ്ട് എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഇവർക്ക് കിടക്കുകയാണ്. നമുക്ക് നോക്കാം കേട്ടോ ഇവരെന്ത് ചെയ്തു എന്നുള്ളത്. ഇതുവരെ കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ശരി, നമുക്ക് ബാക്കി കൂടെ നോക്കാം. What were all our plans going to be down the drain? How could we let the tiger's charmer be seen with the animal? How could Gopi and Bhaga be petrified with the fear if the supposedly ferocious animal was accompanied by a man? No, we could not allow that to happen. അപ്പോൾ എന്താണ് പ്രോബ്ലം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈഗറിനെ കണ്ടിട്ട് നമ്മുടെ ഗോപി ആൻഡ് ഭാഗ, ദേ വേർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ മൂവി അല്ലേ? അവർ രണ്ടുപേരും പേടിച്ച് വിറയ്ക്കുന്നതായിട്ടാണ് കാണിക്കേണ്ടത് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈഗർ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ട്രെയിനർ ആയിട്ടുള്ള മിസ്റ്റർ ത്രോട്ട് അതിൻ്റെ കൂടുതൽ നിൽക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ കൂടത്തിൽ നിൽക്കുന്ന ടൈഗറിനെ കണ്ട് ആരെങ്കിലും പേടിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. അപ്പോൾ അവർക്കൊരു പ്രോബ്ലം വന്നു. ഹൗ വിൽ വി സൊല്യൂട്ട് ദിസ്? ഇതിനൊരു പോംവഴി എന്ത് കണ്ടുപിടിക്കും? കാരണം വി നോ ദാറ്റ് വി ആർ സപ്പോസ് ടു ബി ഫിയർഫുൾ വിത്ത് ദിസ് ഫെറോഷ്യസ് ആനിമൽ. ഇത്ര ഭയങ്കര ക്രൂരനായിട്ടുള്ള ഫെറോഷ്യസ് അക്രമകാരിയായിട്ടുള്ള ഒരു ആനിമലിനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ പേടിക്കും അല്ലേ? അപ്പം എന്ത് ചെയ്യും എന്നുള്ളതൊരു പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളത് തന്നെ ഒരു സൊല്യൂഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ആരും പേടിക്കണ്ട, അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. നമുക്ക് നോക്കാം എന്ത് സൊല്യൂഷനാണ് അവർ കണ്ടുപിടിച്ചെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇതുവരെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വളരെ നല്ല കഥയല്ലേ അല്ലേ? സത്യജിത്രയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണിത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ബാക്കി നമുക്ക് നോക്കാം. പാരഗ്രാഫ് 12. Mr. Throat found a solution. I will tie a wire around the tiger's neck. It will be thin but strong. If the wire was thin enough, perhaps it would remain invisible to the camera. But it was likely that the hair on the tiger's neck would be flattered by the wire, which would give the whole thing away. What if we found a collar made of tiger skin, fixed the wire to this collar, and then tied it round the tiger's neck? I said. അപ്പം എന്താണ് ഈ ടൈഗർ ഓപ്പൺ ആക്കി വിടുന്നതിൻ്റെ ഒരു പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷൻ ആയിരുന്നു നമ്മുടെ മിസ്റ്റർ ത്രോട്ട് കണ്ടുപിടിച്ചത്. എന്തായിരുന്നു അത്? ടൈഗറിൻ്റെ കഴുത്തിൽ ഒരു എന്താ പറയുന്നത്, ഒരു വളയം. ഓക്കെ, ഒരു വളയം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് കാണാതിരിക്കാനായിട്ട് ടൈഗർ സ്കിന്ന് കൊണ്ട് തന്നെ അത് കവർ ചെയ്തിട്ട് ടൈഗറിൻ്റെ കഴുത്തിൽ ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ എന്താണ്, അവർക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വയറാണ് അത് ഇവരുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സേഫ് ആണല്ലോ. Okay, so let's read the 13th paragraph. In a village called Nortongram, we found a suitable bamboo grove to Fulham. The first meeting between Gopi and Bhaga at the appearance of the tiger. Mr. Throat reached the shooting location with the tiger. There were about 25 people in the location. A few local people took our permission to go with us to watch how we tackled the tiger. The cage on the lorry was covered. When the cover was removed, we were surprised to see not one but two well-fed and robust tigers. I decided to play it safe, Mr. Throat explained. If one doesn't get it right, we can use the other. Okay, അപ്പോൾ എന്താണ് കാര്യം? നോട്ടിൻഗ്രാം എന്ന് പറഞ്ഞൊരു വില്ലേജാണ് ഇവർക്ക് അനുയോജ്യമായ രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആ മുളങ്കാടുകൾ ഉള്ള സ്ഥലം ഇവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ അവർ ഷൂട്ട് ചെയ്യാനായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു. അറൗണ്ട് 25 പീപ്പിൾ ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ, പ്ലസ് കുറേ ആ വില്ലേജിലെ കുറേ വില്ലേജേഴ്സ്, ഷൂട്ടിങ് കാണാനായിട്ട് വന്ന കുറേ ആളുകൾ കൂടി ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പം ടൈഗറിനെ കൊണ്ടുവന്നിരിക്കുന്ന കവർ, ആ കേജ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്നതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കാണാതിരിക്കാൻ. അങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവന്നിട്ട് കവർ റിമൂവ് ചെയ്തപ്പോൾ ശരിക്കും സത്യജിത്രയെ ഉൾപ്പെടെ എല്ലാവരും സർപ്രൈസ്ഡ് ആയിപ്പോയി. ബിക്കോസ് ദർ ഇസ് 2 ടൈഗേഴ്സ്, ഒന്നിന് പകരം 2 ടൈഗേഴ്സിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ത്രോട്ട് പറയാണ്, ഇനി അഥവാ ഒന്നിനെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നിന് പകരം 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്ന ആളെന്ന് ആര് പറഞ്ഞു? ദ റിംഗ് മാസ്റ്റർ മിസ് ത്രോട്ട് സത്യജിത്രയോട് പറഞ്ഞു. അല്ലേ, നല്ല ഐഡിയ ആയിരുന്നു അല്ലേ അദ്ദേഹം ചെയ്തത്? ഏലും കൊള്ളാം. ഇനി സ്റ്റോറിയുടെ ബാക്കി എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ടേക്ക് ദ നെക്സ്റ്റ് പേജ്, പേജ് 48. ഇനി അവിടെ മുതൽ കുറച്ച് ഭാഗം കൂടെ നമ്മുടെ കഥയുള്ളൂ, ഏകദേശം തീരാറായി വരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് നമ്മുടെ കഥ എത്തുകയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ നന്നായിട്ട് നമുക്ക് കഥ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫ്, പാരഗ്രാഫ് 15 വായിക്കുകയാണ്.
We mounted the camera on its tripod and placed it so that it faced the bamboo grove. The audience was instructed to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove, and Gopi and Bhaga too had to be within yards of camera, for it was necessary to have at least one shot that showed them together with the tiger. അപ്പം ക്യാമറയുടെ സംവിധാനങ്ങൾ, ട്രൈപോഡിലേക്ക് ക്യാമറയൊക്കെ വെച്ചു, അവർ ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിന്നു. എന്നിട്ട് എന്താണ്, ഈ മുളങ്കാടിന് മുമ്പിലായിട്ട് അവർ ക്യാമറയൊക്കെ കൊണ്ടുവച്ചു. അവിടെ നിന്ന് വരുമ്പം ക്യാമറയിലെ ടൈഗറിനെയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന പോലെ വെച്ചു. അതുപോലെ തന്നെ ഗൂപ്പി ആൻഡ് ഭാഗയാനെ അവരവിടെ നിർത്തി. ഏകദേശം ടൈഗറിൻ്റെ അടുത്തായിട്ട് അവർ വരുന്നു എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ വേണമായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. അവരെല്ലാവരും റെഡി ആയിട്ട് നിന്നു. എന്താണ്, ടൈഗർ വന്നിട്ട് ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് അവരെല്ലാവരും റെഡി ആയിട്ട് നിന്നു. കാരണം അവർ ടൈഗറിൻ്റെ അടുത്ത് വരുന്ന ഒരു ഷോട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യം റെഡിയാക്കി അവരെ ഷൂട്ടിന് റെഡി ആയിട്ട് നിന്നു. Mr. Throat's men had fixed a 5-foot iron rod on the ground about 30 feet from the area where the tiger was supposed to take a walk. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly on the visible portion of the iron rod. The door of one of the cages was unfastened and Mr. Throat called out on the tiger. It responded almost at once and sprang out of its cage to land on its open space outside. What followed was totally unexpected. One look at Mr. Throat's startled and helpless face told us that he was as taken aback as the rest of us. Instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. We stood around foolishly watching a new strange kind of circus which we were getting to see for free. The camera was still standing on its 3 legs, starting in the wood, but the tiger was showing no sign of making its way there. അപ്പോൾ എന്താണ്, ഷൂട്ടിങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്താണ് ഒരു 5 foot അയൺ റോഡ്, 5 അടി നീളമുള്ള ഒരു അയൺ റോഡ് ഗ്രൗണ്ടിലേക്കിട്ട് അതിൻ്റെ വളയത്തിലേക്ക് അത് അറ്റാച്ച് ചെയ്തിട്ട് അവർ സേഫാക്കി വെച്ചു. എന്നിട്ട് സേഫാക്കി വെച്ചിട്ട് കേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. ടൈഗർ പുറത്തേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ത്രോട്ട് അവനെ വിളിച്ചു. മിസ്റ്റർ ത്രോട്ട് അവനെ വിളിച്ചു. ത്രോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ അവൻ എന്ത് ചെയ്തു, സാധാരണ വളരെ കാമായിട്ട് ഇറങ്ങി നടന്നു വരേണ്ട ഈ ടൈഗർ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ വെളിയിലേക്കല്ലേ ഇവനെ വിളിച്ചത്. എന്ത് ചെയ്തു, ഒറ്റച്ചാട്ടം അങ്ങ് വെച്ചു കൊടുത്തിട്ട് വെളിയിലേക്ക് വന്നു. എന്നിട്ട് ഈ ടൈഗറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടാണ്, ഇങ്ങനെ വെളിയിൽ ഓപ്പൺ സ്പേസിൽ ആദ്യമായിട്ടായിരുന്നു. വളരെ ശാന്തമായിട്ട്, സെഡേറ്റ്ലി മീൻസ് ശാന്തമായിട്ട് നടക്കാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് മാനറിൽ നടക്കേണ്ടതിന് വരെ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കുതിച്ചു ചാടി എന്ത് ചെയ്തു, ഓടുന്നു, ചാടുന്നു, ഉരുളുന്നു. ടൈഗർ കിടന്ന് ആകെപ്പാടെ, നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞു പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കളിക്കുന്നത്, അതുപോലെ ഈ ടൈഗർ കിടന്ന് ഉരുളുകയും ഓടുകയും ചാടുകയും എല്ലാം ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിലിം കോമിക് സീനുകളിലൊക്കെ കാണുന്ന പോലെ ഈ പശു കയറ് പൊട്ടിച്ചുകൊണ്ട് ഓടുമ്പോൾ അതിൻ്റെ ട്രെയിനർ പുറകെ ഓടുകയല്ലേ, അതിൻ്റെ മുതലാളി കയറെ പിടിച്ചുകൊണ്ട് പുറകെ ഓടുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയി നമ്മുടെ ട്രെയിനറുടെ അവസ്ഥ. എന്താണ്, ഈ ടൈഗർ എന്ത് ചെയ്തു, ഈ ട്രെയിനറെയും വലിച്ചുകൊണ്ട് ഓടടാ ഓട്ടം. ഈ അയൺ റോഡ് ഇങ്ങനെ വലിച്ചു പിടിക്കാൻ നോക്കിയിട്ട് നമ്മുടെ ട്രെയിനർക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. എന്ത് ചെയ്തു, ഇയാൾ വളരെ വിഷമിച്ച് പുറകെ ഓടുമായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയിരുന്ന മുഴുവൻ മനുഷ്യന്മാരെ മണ്ടന്മാരാക്കിക്കൊണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കസ് കൂടാരത്തിൽ നടക്കുന്നതിനെക്കാട്ടിലും വലിയ കുറച്ചും കൂടെ ഭംഗിയുള്ള വേറൊരു ടൈപ്പ് സർക്കസ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ക്യാമറ എന്ത് ചെയ്തു, ഇങ്ങനെ 3 കാലുള്ള ഒരു സാധനത്തിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറയുന്നത്. ആ 3 കാലിൽ ഈ ക്യാമറ വേറൊരിടത്ത് നിന്നു, അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഈ സർക്കസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. നമുക്ക് നോക്കാം എന്നിട്ട് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. Once the tiger had calmed down, we managed to take few shots we needed. This should have been the end of the story. But when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. The shots were too dark, so much so that the tiger was merging almost completely with the background of the trees and leaves. We had to shoot the scenes all over again. എന്തു പറ്റി,
ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇവർ കൽക്കട്ട തിരിച്ചു വന്നിട്ട് ഷൂട്ട് ചെയ്തതൊക്കെ അവരിട്ട് നോക്കി കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കായിട്ട് കിടന്നത് കൊണ്ട് ഈ മരത്തിൻ്റെ എല്ലാം ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈഗറിനെ വളരെ നന്നായിട്ട് കാണത്തില്ല. അപ്പോൾ ശരിക്കും ക്യാമറ വളരെ നന്നായിട്ടല്ലായിരുന്നു ഇവർ ഫോക്കസ് ചെയ്ത് വെച്ചിരുന്നത്. ആ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇവർക്ക് അത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. We spoke to Mr. Thorold and he agreed to give it another go. We found another bamboo grove closer to Calcutta village called Borel. The lorry arrived once more with Mr. Thorold, the tiger with the steel wire, a special collar with the iron rod. And with the lorry came the old village. We told the villagers so that they should stand at a distance of 70 feet. No one paid any attention to what they were told. The entire crowd moved as close to camera as they could. We could not afford the waste of more time explaining and arguing, so we got the camera ready and signaled to Mr. Thorold. അപ്പോൾ എന്ത് ചെയ്തു? അവർ മിസ്റ്റർ തോറോട്ടിനെ പെട്ടെന്ന് അറിയിച്ചു. എന്താണ്? ഷൂട്ട് ചെയ്തതൊക്കെ ഫെയിലായിപ്പോയി. അറിയിച്ചപ്പോൾ എന്ത് ചെയ്തു? വേറൊരു ദിവസം ഷൂട്ട് ചെയ്യാൻ വരാം, സമയം തരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് തോറോട്ട് സമ്മതിച്ചു. അങ്ങനെ അവർ കൽക്കട്ടയ്ക്ക് അടുത്ത് തന്നെ ബോറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വീണ്ടും രണ്ടാമത്തെ ഷൂട്ടിങ്ങിന് സെറ്റ് ചെയ്തു. അവർക്ക് അനുയോജ്യമായ സ്ഥലം അവർ അവിടുന്ന് തന്നെ കണ്ടുപിടിച്ചെടുത്തു. എന്നിട്ട് അവരവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70 ഫീറ്റ് 70 അടിയെങ്കിലും പുറകോട്ട് മാറി നിൽക്കാൻ അവിടെ ഷൂട്ടിങ് കാണാമെന്ന ആളുകളോടൊക്കെ ശരിക്കും ഇവർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് വല്ലവരും കേൾക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ്, ഇവരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആർഗ്യൂ ചെയ്ത് നിൽക്കാനുള്ള സമയം ശരിക്കും ഇവർക്കും ഇല്ലായിരുന്നു. ആർക്ക്? സത്യജിത്രയ്ക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒന്നും മിണ്ടാൻ പോയില്ല, കണ്ടു പഠിക്കട്ടെ എന്നങ്ങ് വെച്ചു. എന്നിട്ട് ഇവർ ഷൂട്ടിങ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ റെഡിയാക്കി. എന്നിട്ട് ടൈഗറിനെ കൂട്ടിയിൽ നിന്ന് അൺലോക്ക് ചെയ്തോളാൻ, പുറത്തേക്ക് ഇറക്കിക്കോളാനായിട്ട് തോറോട്ടിന് സിഗ്നൽ കൊടുക്കുകയും ചെയ്തു. ഇത് നമുക്ക് നോക്കാം കേട്ടോ എന്ത് പറ്റിയെന്നുള്ളത്. He opened the door of the cage. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. The crowd, consisting of about 150 people, melted away as if by magic. After that great burst of energy, the tiger calmed down very quickly. Like an obedient child, it walked over to the spot we had chosen, paced there quietly as it was required to, and then ambled back to its trainer. Even the camera behaved this time, which we realized 2 days later. We returned to Calcutta and saw the scenes we had shot. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഇവിടെ ശരിക്കും തീർന്നിരിക്കുകയാണ്. അപ്പം അവസാനം അത് പറഞ്ഞിരിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്ത് ടൈഗറിനെ അൺകേജ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ്, അവിടെ മുഴുവൻ ജനക്കൂട്ടമാണ്. ടൈഗർ എന്തായി? കുറച്ച് മെസ്സായി. എന്ത് പറ്റി? പഴയ പോലെ തന്നെ ചാടി വെളിയിലേക്ക് ഇറങ്ങി അവിടെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് അത് ഓടി വന്നപ്പോൾ തന്നെ എന്ത് പറ്റി? അത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആൾക്കാരെല്ലാം ഒറ്റ നിമിഷത്തെ മാജിക് കൊണ്ട് മാഞ്ഞു പോകുന്നവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. എത്രയൊക്കെ ട്രെയിൻഡാന്ന് പറഞ്ഞാലും വരുന്ന ഒരു കടുവയല്ലേ, ടൈഗർ അല്ലേ, ആൾക്കാർക്ക് പേടിയില്ലാതിരിക്കുമോ? അവരെന്ത് ചെയ്തു? അവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. എല്ലാവരും പോയി കഴിഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായി? കടുവയ്ക്ക് ഒരു സമാധാനമായി. ചിലപ്പം കടുവയ്ക്ക് ഒരു ചമ്മലുണ്ടായിരുന്നായിരിക്കുമേ, ഈ ആൾക്കാരുടെയൊക്കെ മുന്നിൽ വെച്ച് അഭിനയിക്കണ്ടേ. എല്ലാവരെയും ഓടിച്ചു കഴിഞ്ഞപ്പം കടുവയ്ക്ക് സന്തോഷമായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പം വളരെ കാമൻ കൂളായിട്ട് നിന്ന് ടൈഗർ വേണ്ടതെല്ലാം ഷൂട്ട് ചെയ്തു. അവനനുസരിച്ചു, നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. 2 ദിവസം കഴിഞ്ഞ് അവർ കൽക്കട്ടയിൽ വന്നതെല്ലാം നോക്കിയപ്പം എല്ലാ ഷോട്ടും കറക്റ്റായിരുന്നു. ഇതായിരുന്നു ടൈഗറിനെ വെച്ചിട്ട് സത്യജിത്ത് റേ ഷൂട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിരുന്നു അല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഇതൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് സംശയങ്ങൾ എന്നേലും വരുമോ എന്ന് നോക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും മറക്കണ്ട, നിങ്ങൾ എക്സാം പോയിന്റ് എടുത്ത് നോക്കുക. അതിനുള്ള നിങ്ങൾക്ക് സംശയങ്ങൾക്കുള്ള വേർഡ്സിൻ്റെ മീനിങ്സും ഈ പാരാഫ്രേസിൻ്റെ മീനിങ്സും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വായിക്കുമല്ലോ. ഓക്കേ.